നമസ്കാരം. ഏറെ മനോഹരമായ, കണ്ടാൽ കണ്ണിന് കുളിർമയേകുന്ന, മനസ്സിന് ശരീരത്തിനും ശാന്തി നൽകുന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. എന്നാൽ ഇതെല്ലാം ഒത്തിണങ്ങി ഭക്തിരസം തുളുമ്പി നിൽക്കുന്ന, സഞ്ചാരികളെയും ഭക്തജനങ്ങളെയും ആകർഷിക്കുന്ന ഒരിടമുണ്ട്. കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂരിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങോൾക്കാവാണ് ആ മനോഹരമായ സ്ഥലം. കാഴ്ചകൾ കാണാനും പ്രകൃതി സൗന്ദര്യം നുകരാൻ ഇഷ്ടമുള്ളവരും ഇതിനോടകം നിരവധി തവണ ഇവിടെ പോയിട്ടുണ്ട് എന്നറിയാം. എങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായി ഇരിങ്ങോൾക്കാവിന് പറയാനുണ്ട് ഒരൈതിഹ്യം. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നായ ഇരിങ്ങോൾക്കാവും സാക്ഷാൽ പരശുരാമൻ നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. പട്ടശ്ശേരി മന, ഒരോഴിയം, നാഗഞ്ചേരി മന എന്നിങ്ങനെ 28 ബ്രാഹ്മണ കുടുംബങ്ങൾക്കാണ് ക്ഷേത്ര നടത്തിപ്പിൻ്റെ ചുമതല പരശുരാമൻ കൽപ്പിച്ചു നൽകിയത് എന്നാണ് വിശ്വാസം. ഇപ്പോഴും ഈ കുടുംബങ്ങളിൽ ചിലത് ക്ഷേത്ര പരിസരങ്ങളിൽ തന്നെ താമസവുമുണ്ട്. 1945 അവസാനത്തോടെ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണകാലത്താണ് ക്ഷേത്രഭരണം ദിവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറിയത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ചരിത്രരേഖകളിലോ പുരാണങ്ങളിലോ ലഭ്യമല്ല. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒരു കാവായിരുന്നു ഇരിങ്ങോൾക്കാവും. എന്നാൽ ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം 1963 സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി 1980 പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കാവ് കൈമാറുകയാണ് ചെയ്തത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇരിങ്ങോൾക്കാവ് ദ്വാപരയുഗത്തിൽ അസുരരാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ ഗർഭിണിയായ തൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും എന്നാൽ 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസന് സഹോദരി പ്രസവിച്ചതായി ഒരു പെൺകുഞ്ഞിനെയാണ് കാണാൻ സാധിച്ചത്. ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്നു. എന്നിട്ടും കംസൻ ആ പെൺകുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ പെൺകുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്ന് തെന്നിമാറി ആകാശത്തേക്ക് ഉയർന്നുവെന്നും ഒരു നക്ഷത്രം പോലെ ആ കുഞ്ഞ് തിളങ്ങിയെന്നും ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നുവെന്നും ആ സ്ഥലത്തിന് ഇരുന്നോൾ എന്ന പേര് ലഭിച്ചുവെന്നും കാലക്രമേണ ഇരുന്നോൾ ഇരിങ്ങോൾ എന്നായി മാറിയെന്നുമാണ് വിശ്വാസം. ദേവീ വിഗ്രഹം സ്വയംഭൂവാണെന്നാണ് വിശ്വാസികൾ കരുതപ്പെടുന്നത്. നെയ്പായസവും ശർക്കര പായസവും ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേകതരം പായസവുമാണ് ഇരിങ്ങോൾക്കാവിലെ പ്രധാന വഴിപാടുകൾ. വിവാഹം, കെട്ടുനിറ, രാമായണം വായന എന്നിവ ക്ഷേത്രത്തിൽ നടത്താറില്ല. സുഗന്ധപുഷ്പങ്ങളോ അവ ചൂടിയിരിക്കുന്ന സ്ത്രീകളെയോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാറില്ല. കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതായും വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഇവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും ക്ഷേത്ര നടത്തിപ്പുകാരോ പരിസരവാസികളോ മുറിക്കാറില്ല. മാത്രമല്ല, താഴ് വീണ് കിടക്കുന്ന മരത്തടി പോലും മറ്റൊരാവശ്യത്തിനായി ഉപയോഗിക്കാറുമില്ല. വൃശ്ചിക മാസത്തിലെ കാർത്തിക ഇവിടെ ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. ആ ദിവസം ദേവിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസ്സും അവിവാഹിതരായ യുവതികൾക്ക് മംഗല്യ സൗഖ്യവും നൽകി ദേവി അനുഗ്രഹിക്കും എന്നാണ് മറ്റൊരു വിശ്വാസം. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ഭക്തരും സഞ്ചാരികളും ദിനം പ്രതി ഇവിടെ എത്താറുണ്ട്. ജാതിമതഭേദമന്യേ ആർക്കും ഇരിങ്ങോൾക്കാവിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം. സ്വാഭാവികമായും നിയന്ത്രണങ്ങൾ മാത്രമുള്ള, വിലക്കുകളില്ലാത്ത, എന്തും ഏതും നശിപ്പിക്കുന്നതാണ് മലയാളികളുടെ രീതി. കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഭൂമിയുടെ അവകാശികളെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ വിശേഷിപ്പിക്കുന്ന പക്ഷികളും ചെറുജീവികളും ധാരാളമുണ്ടിവിടെ. തലമുറകൾ പകർന്നു നൽകിയ പ്രകൃതി സമ്പത്ത് നമ്മുടെ അഭിമാനമാണെന്ന തിരിച്ചറിവുണ്ടാവണം ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരികൾക്കും വിശ്വാസികൾക്കും എന്നുകൂടി ഇത് കാണുന്നവരെ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ന്യൂസ് ഡെസ്ക്, ഡെയിലി മലയാളി.